ഹായ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുട്ടും കടലയുമാണ്. ഇന്ന് നമുക്ക് ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം പുട്ടും കടലയാണ്. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് വറുത്ത റവയാണ്. വറുത്ത റവയായാൽ നമുക്ക് വീണ്ടും വറക്കേണ്ട ആവശ്യമില്ല. റവ നന്നായി പച്ചവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കുഴച്ച് മാറ്റി വെച്ച് ഒരു അരമണിക്കൂർ മാറ്റി വെക്കണേ. എന്നാൽ പുട്ടിന് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ പുട്ടിന് നമുക്ക് കറി ഉണ്ടാക്കണ്ടേ. കടല ഇന്നലെ രാത്രിയെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, കുതിർന്നിട്ടുണ്ടാവും. അത് നോക്കട്ടെ. കടല എല്ലാം കഴുകി വൃത്തിയാക്കി അതിനാവശ്യമായ ഉള്ളിയും പച്ചമുളകെല്ലാം മുറിക്കുമ്പോഴേക്കും നമ്മളെ പുട്ടിൻ്റെ പൊടി നല്ല സോഫ്റ്റായി കിട്ടും. അതിനുശേഷം നമ്മൾ പുട്ട് വേവിക്കാനുള്ള വെള്ളം വെച്ചു. പുട്ടിൻ്റെ മാവൊക്കെ നന്നായി വേവിച്ചെടുത്തു. വീണ്ടും പച്ചവെള്ളത്തിൽ ഉപ്പ് ചേർക്കണമെന്നില്ല, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നന്നായി വീണ്ടും കുഴച്ചെടുത്തു. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. പിന്നെ തേങ്ങയിട്ട് നന്നായി വേവിച്ചെടുക്കുക. നമ്മൾ 2 കുറ്റിപ്പുട്ടാണ് വേവിച്ചത്. അത് വെന്ത് കുഴച്ചെടുത്തപ്പോൾ നമുക്ക് 4 കുറ്റിപ്പുട്ട് കിട്ടും. അതായത് അത് നന്നായി കുതിർന്ന് നല്ല പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു, നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നമുക്ക് കടലക്കറീൻ്റെ കാര്യങ്ങളെല്ലാം തുടങ്ങാം. അതിനായി ഒരു ഉള്ളി, 2-3 പച്ചമുളകും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ച കുക്കറിൽ. കടല വെന്ത് വന്നപ്പോഴേക്കും കറി നന്നായി നേർത്തിരുന്നു. അത് കട്ടിയാക്കണ്ടേ. നമ്മൾ കുറച്ച് കടല മാറ്റി വെച്ച് വെന്ത കടല മിക്സിയിൽ ഒന്ന് അരച്ചെടുത്ത് അതിലേക്ക് ചേർത്തപ്പോൾ കറി നല്ല കട്ടിയായി. വേറൊന്നും ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇട്ടു. അങ്ങനെ നമ്മളെ പുട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ലൈക്കും കമൻറ്റും കൂടി ഒന്ന് ചെയ്തേക്കണേ. ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ നമ്മൾ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും വരും. അതുവരെ ബൈ ബൈ.